മെറ്റ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വചനത്തിൻ്റെ ശക്തി അത് നമ്മളെ വിടുവിക്കുന്നു, ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതിലെ 6 പോയിൻറ്റോളം പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അത് പറഞ്ഞത് ശരിക്കും തീർന്നില്ല. കാരണം ആ ഡിലൈറ്റിങ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൽ നമ്മൾ അങ്ങ് ലയിച്ചിരിക്കുക, അല്ലെങ്കിൽ അതിനകത്തങ്ങ് അതിലങ്ങ് സന്തോഷിക്കുന്ന ഒരനുഭവം, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളത് ആ എപ്പിസോഡ് വീണ്ടും കാണാത്തവരൊന്ന് ശ്രദ്ധിക്കണമേ. 7 ലക്ഷം മണിക്കൂർ 80 വയസ്സിലൊരു മനുഷ്യജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ 10-1 ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 7000 മണിക്കൂർ ദൈവത്തിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സക്സസ്ഫുള്ളായിട്ടുള്ള ഈ ലോകത്തിലെ നിത്യതയിൽ നമ്മൾ എത്ര ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവരാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ടൈം തിരിച്ചു വരുന്നതല്ല. ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾ രാവിലെ മുതൽ ഈ സമയം വരെയും നിങ്ങൾ സ്പെൻഡ് ചെയ്ത സമയം തിരിച്ചിനി അത് എടുക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞു പോയി. എന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ എത്ര സമയം ഇരുന്നു എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചും നിത്യതയിലെ ചേഞ്ചും വരുന്ന ഒന്നാണ്. അത് വലിയൊരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ലോസ് ആവും, അല്ലാതെ വേറെ ആർക്കും ലോസ് ആവാതെ. നമ്മൾ വിചാരിക്കും ആ സമയം നമ്മൾ വേറെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് പർപ്പസിന് വിനിയോഗിച്ചു വന്നു. ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്ന് പറയുന്നത് ദൈവസന്നിധി. കാരണം ദൈവം ഇൻവോൾവ് ചെയ്താലേ എല്ലാം സക്സസ്ഫുള്ളാണ്, പ്രൊഡക്റ്റീവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് നമ്മൾ ഉയരുവാനായിട്ട് ഇടവരും. അതുകൊണ്ട് എനിക്ക് ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട, TV കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കും എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ അതിലുപരിയായിട്ട് നമ്മൾ ഡിലൈറ്റിങ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിലൈറ്റ് ആണെങ്കിൽ ഹി വിൽ പ്രോസ്പർ ഇൻ ഓൾ ദ തിങ്സ് ദാറ്റ് വിൽ ഡു. ഇത് 1-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മുടെ ഡെലിവറൻസിൻ്റെ ഏറ്റവും വലിയൊരു ചിന്തയാണത്, ചെയ്യുന്നതൊക്കെയും സാധിക്കുക. ദർ ഷുഡ് ബി എ സക്സസ്, ദർ ഇസ് എ പ്രോഗ്രസീവ് ഗ്രോത്ത്. മുന്നോട്ടുള്ള പ്രയാണം തടയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സമയം നിങ്ങൾ ദൈവവചനത്തിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ, വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചോ, അടിവരയിട്ടോ. 1 വർഷം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം ഏത് ലെവലിൽ നിങ്ങളെ ഉയർത്തിയെന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജസ്റ്റ് വെറുതെ സംസാരിച്ച് വിട്ടുകളയുന്ന കാര്യമല്ല. ദൈവവചനം അത്രയ്ക്ക് സ്വീറ്റാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞാണ്. പവർ ടു ക്ലെൻസ്, പവർ ടു ബിൽഡപ്പ്, ഇതെല്ലാം ഞാൻ പറഞ്ഞാണ്. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പവർ ടു മേക്ക് എസ് വൈസ് എന്നുള്ളതാണ്. 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ ഒരിക്കലും ഞാൻ ദൈവവചനം എടുത്ത സമയത്ത് സൂചിപ്പിച്ച വീണ്ടും ഞാനത് ഒന്നുകൂടെ വായിക്കുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. ഈ സകല സൽപ്രവൃത്തി എന്ന് പറയുന്നത്, സകല സൽപ്രവൃത്തി, എവരി ഗുഡ് വർക്ക്സ്, ഈ ഗുഡ് വർക്ക്സ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഗുഡ് വർക്ക്സ് അല്ല. ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഗുഡ് വർക്ക്സ് അല്ല ഈ പറയുന്നത്. ദൈവവചനം നമ്മളിലുള്ളപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ദൈവികമായി മാറുകയും അതനുസരിച്ച് നമ്മൾ അറിയാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യും. അത് ആ നേച്ചർ നമുക്ക് വന്നുകൊണ്ടാണ്, അല്ലാതെ ദൈവത്തിലെത്താനുള്ള വഴിയല്ല ഗുഡ് വർക്ക്. ദൈവത്തിൻ്റെ നേച്ചർ നമ്മൾ വന്നുകൊണ്ട് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകും. അത് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എഫേസ്യർ 2:10, തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് 12 പ്രാവശ്യം സൽപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയാനുള്ള കാര്യം അതാണ്. നമ്മൾ നമ്മുടെ നേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴേ
നമ്മുടെ സൽപ്രവൃത്തി. ബൈബിൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാം കൊണ്ടുവന്ന് ക്രോഡീകരിച്ചിരിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യം, കമാൻഡ്മെൻറ്റ്സ് എല്ലാം കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത് വെർട്ടിക്കൽ റിലേഷൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും സഹോദരങ്ങളുടെ ബന്ധവും. എന്നാൽ യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വന്ന് പഠിപ്പിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതാണ്, നിൻ്റെ സഹോദരന്, കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്നാണ്. അന്നേരം എവറിത്തിങ് റിലേറ്റ് വിത്ത് യുവർ നെയ്ബർ, നിങ്ങളുടെ നെയ്ബറുമായിട്ട് ഇതിനകത്ത് ആക്കിയിരിക്കുകയാണ്. അവിടെയാണ് സൽപ്രവൃത്തിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നിങ്ങളുടെ നെയ്ബർ, നിൻ്റെ സഹോദരനെ ദേഷിപ്പിക്കരുത്, അവനോട് കോപിക്കരുത്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം യേശുക്രിസ്തു പഠിച്ചാൽ അവർക്കൊന്നും നീ നോക്കണം. ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം എല്ലാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് സഹോദരനെ ദൈവത്തിലേക്ക് നടത്താനായിട്ടാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മേൽ പ്രകാശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് നിങ്ങളെ പ്രകാശമായി വിളിച്ചാക്കിയിരിക്കുന്നത്. അതെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം എവിടെ നിന്നാണ്? ദൈവവചനം നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഈ ദൈവവചനം 2 തിമോത്തി 3:16-17 പറയുന്നത് ഞങ്ങളുടെ ടീച്ചിങ്, റിപ്രൂഫ്, കറക്ഷൻ, ഇതെല്ലാം നേരത്തെ പറഞ്ഞാണ് നമ്മളെ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ നമ്മളെ റിപ്രൂഫ് ചെയ്യുന്നത്, നമ്മളെ നീതിയിൽ അഭ്യസിപ്പിക്കുന്ന ട്രെയിനിങ് ആൻഡ് റൈച്ചസ്നെസ്. ആൻഡ് മാൻ മേ ബി അഡ്യൂക്കേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എല്ലാറ്റിനും പ്രയോജനമായി തീരും. ആൻഡ് ഇക്വിപ്ഡ് ഇൻ എവറി ഗുഡ് വർക്ക്, എല്ലാ നല്ല കാര്യങ്ങളും അതിൽ നിന്ന് വരും. അതുകൊണ്ട് ദൈവം നിങ്ങളെ പെർഫെക്റ്റ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതായത് നിങ്ങൾക്ക് എവിടെ ഒരു കുറവ് വന്നോ ആ കുറവ് നികത്തേണ്ട ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലെ ശക്തി നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഇറ്റ് ഈസ് പവർഫുൾ. ആദ്യം നമ്മൾ തുടങ്ങിയത് തന്നെ ആ സങ്കീർത്തനം 62:11 ബലം ദൈവത്തിനുള്ളത്. ഈ ദൈവത്തിനുള്ള ബലം അവൻ്റെ വചനത്തിൽ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ദൈവവചനം പഠിക്കുന്ന മനുഷ്യനെ ലോകത്തിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ദൈവവചനം പഠിക്കുന്ന മനുഷ്യനെ ലോകത്തിൽ ഒരു വ്യക്തിക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ സ്റ്റുഡൻസ് അക്കാഡമിക്കിൽ ഫെയിലിയർ ആണോ? ഓക്കെ. നിങ്ങളുടെ പ്രൊഫഷനകത്ത് നിങ്ങൾ ഫെയിലിയർന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. നിങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഫെയിലിയർന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിനകത്തൊരു ക്രൂരമായിട്ട് അല്ലെങ്കിൽ ഒരു പീഡനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ഡെലിവറൻസ് ആണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരണം, അല്ലേ? ഇതാണ് നമുക്ക് ആവശ്യം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. എല്ലാ രീതിയിലും നമ്മൾ പുറത്തു വരണം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവൻ്റെ വചനം അയച്ചവരെ വിടുവിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ വചനത്തിനകത്ത് നിങ്ങൾ ഇപ്പോൾ അരമണിക്കൂറാണ് ഇരിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ അതിൻ്റെ മുമ്പിലൊന്ന് ഇരിക്കാൻ നോക്കൂ. 1 മണിക്കൂർ ഇരിക്കുന്നവർ 2 മണിക്കൂർ ഒന്ന് ഇരിക്കാൻ നോക്കൂ. ഞാൻ പറയുന്ന 1 മണിക്കൂർ കടയടച്ചിട്ടിട്ടും ഒരു ദൈവവചനത്തിൻ്റെ മുന്നിലിരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസ് അത് വലുതാണ്. അവിടെ ഏഞ്ചലിക്കായിട്ടുള്ള വലിയ മിറക്കിൾ നടക്കും. ഏഞ്ചൽസ് വന്ന് നമ്മളെ സഹായിക്കും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ദൈവം അറിയാതെ വരികയില്ല എന്നുള്ള ആ കോൺഫിഡൻസ് ലെവൽ നിങ്ങളിൽ അങ്ങോട്ട് വർദ്ധിക്കും. ഇത് നമ്മൾ പറഞ്ഞാലൊന്നും അങ്ങോട്ട് തലയിൽ കയറത്തില്ല. ഇന്ന് അനേകം ക്രിസ്ത്യാനികളുടെ തലയിലോട്ട് പറഞ്ഞാൽ ഇത് കയറത്തില്ല. അവർ നോക്കുന്നത് എന്തുവാ? ഈ ലോകത്തിലുള്ള ഇതെങ്ങനെ ഒപ്പിക്കാം, അവനെ എങ്ങനെ പറ്റിക്കാം, ഇത് എനിക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കണം എന്നതിനപ്പുറമായിട്ട് ഒരു ചിന്തയും ആളുകൾക്കില്ല. അതെന്താണ് സമ്പത്തെന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ അതൊരു മാമോൻ എന്ന് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ പറയാനുള്ള കാര്യം എന്തുവാ? പിശാചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണത്. കാരണം നമുക്ക് ഉള്ള ഓഹരി സ്വർഗത്തിലാണ്, ഉയരത്തിലാണ്, ഈ ലോകത്തിലല്ല. അപ്പോൾ പിശാചിൻ്റെ ഓഹരി, നിങ്ങൾ പിശാചിനെ സ്വീകരിക്കുമോ ദൈവത്തെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തോ പറയുക? നമ്മൾ ദൈവത്തെ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് പിശാചിനെ സ്വീകരിക്കുമെന്ന് ആരും പറയത്തില്ല. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. മാമോൻ എന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവായി ദ്രവ്യാഗ്രഹം അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഇന്ന് ദൈവവചനം പഠിക്കാനായിട്ടുള്ള സമയമില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശുശ്രൂഷയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് തടസ്സം വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് വരാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് വരുമ്പോഴേ നമ്മുടെ ശുശ്രൂഷ വർദ്ധിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ആർക്കും നമ്മളെ അടച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം നിങ്ങൾക്കൊരു വിഷൻ, ഒരു ദർശനം തന്നിട്ടുണ്ട്. മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദർശനമാണെങ്കിൽ ആ ദർശനത്തിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് 5 കാര്യങ്ങളാണ് ബൈബിളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലകത്ത് ഇടയന്മാർ, സുവിശേഷന്മാർ, ഇങ്ങനെ ഒരു അഞ്ച് കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം കൂടെ എല്ലാവർക്കും കൊണ്ട് എല്ലാ ശുശ്രൂഷയും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് സൂചിപ്പിച്ച എന്നെ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, എന്നെ ഒരു പാസ്റ്ററായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. അന്നേരം പാസ്റ്ററിൻ്റെ ശുശ്രൂഷ അല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ സുവിശേഷം അറിയിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മിഷൻ വർക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം ഞാൻ വീണ്ടും പറയുകയാണ്, ദൈവവചനത്തിൽ നമ്മൾ എത്രയും സമയം കൊടുക്കുന്നു അതനുസരിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ 6ാമത്തെ പോയിന്റ് അവിടെ നിർത്തി 7ലേക്ക് നമ്മൾ പ്രവേശിക്കാം. നമുക്കറിയാം ഇന്നും ആളുകളുടെ ഇടയിൽ 7ാമത്തെ പോയിന്റ് രക്ഷയുടെ നിർണയം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ അഷുറൻസ് ഓഫ് എറ്റേണൽ ലൈഫ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്കൊരു അഷുറൻസ് തരുന്നത്, അതാണ് നമുക്ക് തരുന്നത്. അത് ബൈബിളിലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇന്ന് പലർക്കും രക്ഷയുടെ നിർണയമില്ല. രക്ഷയുടെ നിർണയം ഇന്ന് പലർക്കും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പാപം ചെയ്യുമ്പോൾ എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇന്ന് ആളുകളെ ഒരുപാട് ഭരിക്കുന്നുണ്ട്. എന്താണ് രക്ഷപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ദൈവവചനത്തിനകത്ത് പറയുന്നുണ്ട്. എന്താണെന്ന് മനുഷ്യനെ സൃഷ്ടിപ്പിനകത്ത് ഞാൻ പറഞ്ഞു, മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആത്മാവ്, മനസ്സ്, അല്ലെങ്കിൽ ആത്മാവ്, ദേഹം, ഈ 3 ഘടകങ്ങളാണ്. ഈ 3 ഘടകങ്ങൾ കൊണ്ട് രക്ഷ പ്രാപിക്കുന്നതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലാണ് രക്ഷ പ്രാപിക്കുന്നത്. ഈ ആത്മാവിലുള്ള രക്ഷയാണ് നമ്മൾ ഏറ്റവും പ്രധാനം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അത് ദൈവവചനപ്രകാരം അത് തന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വിത്തിൻ എ സെക്കൻഡിലാണ് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുകയും നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് അവൻ ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നത്. ഒരു വിത്തിൻ എ സെക്കൻഡാണ് അത് വരും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയുണ്ട്. ഈ ശരീരത്തിൻ്റെ രക്ഷയും വിത്തിൻ എ സെക്കൻഡാണ്. നമ്മൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. അത് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മളെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് കണ്ണിമയ്ക്കുന്ന സമയത്ത് നമ്മൾ രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ വിശ്വാസത്തിൽ മരിച്ചടക്കപ്പെട്ടവരും ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടും, ഇത് ഒന്ന് ഫ്യൂച്ചറാണ്, അതിന് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞ്, മറ്റേത് നമ്മളെ റിഡംഷൻ, നമ്മളെ വീണ്ടെടുത്ത കാര്യം പറയുന്നത്, അതാണ് രക്ഷ പ്രാപിക്കുക. എന്നാൽ ബാക്കിയുള്ളതൊക്കെ രക്ഷ എന്ന് പറയുന്ന പ്രസൻറ്റ് ടെൻസിലുള്ള രക്ഷയെല്ലാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉള്ള രക്ഷയാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ്. അത് ഈ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ ദൈവത്തിൻ്റെ ലൈക്ക്നെസ്സിലേക്ക് ആയിത്തീരാനായിട്ടാണ്. ദൈവത്തിൻ്റെ ലൈക്ക്നെസ്സിനകത്തേക്ക് ആയിത്തീരാണ്. നമ്മുടെ മനസ്സിനകത്ത് എല്ലാ വക്രതയും വേണ്ടാത്തതെല്ലാം നമ്മളിങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. പലതും വേണ്ടാത്ത ചിന്തിക്കും, ഇതെല്ലാം പിശാച് ഇൻജെക്റ്റ് ചെയ്ത് പലതും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രക്ഷയുടെ നിർണയം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഓരോ സമയവും നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്ന് നമ്മളെ കൺഫേം ചെയ്യാണ്. 1 യോഹന്നാൻ 5:13 ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അതിൻ്റെ മേളത്തെ വാക്യത്തിൽ പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനല്ലാത്തവന് ജീവനില്ല. കർത്താവിനെ നമ്മുടെ ജീവിതങ്ങളിൽ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു അറിവാണത് ഉണ്ടെന്നുള്ളത്. ഇതേ കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 3:36 പറയുന്നുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു. അതായത് ഈ നിത്യജീവൻ നിങ്ങൾക്കുള്ളത് ഒറ്റ കണ്ടീഷനാണ്, പുത്രനിൽ വിശ്വസിക്കണം. ആ ഒറ്റൊരു കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അത് എവിടെയാണിത്? ദൈവവചനമാണ് ഈ എറ്റേണൽ ലൈഫിന് നമുക്ക് കൺഫർമേഷൻ, ഒരു അഷുറൻസ് തരുന്നത്. അവിടെ നമ്മൾ വേറെ എന്നും പല ചിന്തകളിൽ കുടുങ്ങിപ്പോയിട്ട് നിത്യജീവനെക്കുറിച്ച് ചിന്തിച്ച് വറിയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവവചനം നമുക്ക് അതിന് ഉറപ്പ് തരികയാണ്. അതാണ് 7ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഹു ബിലീവ്സ് ഇൻ ദ സൺ ഹാസ് എറ്റേണൽ ലൈഫ് എന്നുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. 8ാമത്തെ ഒരു പോയിൻ്റ്, നമ്മുടെ ഹൃദയങ്ങളിലെ സമാധാനം കൊണ്ടുതരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്.
ഈ സങ്കീർത്തനം 85:8 യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവർ തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. ഇവിടെ സമാധാനം തരുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനം ദൈവത്തിൻ്റെ വചനം തരും. ദൈവം പറയും, നമ്മുടെ ഹൃദയം നമ്മളോട് പറയും. യഹോവയായ ദൈവം അരുളി ചെയ്യും. എന്താണ്? സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരും. റോമർ 8:28 ഇത് തന്നെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതെന്താണത് പറയുന്ന കാര്യം? നേരത്തെ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിലെ അപേക്ഷിക്കുന്ന കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ എല്ലാ ആങ്സൈറ്റി മാറ്റിക്കളയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ആങ്സൈറ്റി മാറ്റിക്കളയുന്നത്. ഇതിനകത്ത് പറയുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചില കാര്യങ്ങൾ മാത്രമല്ല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, എല്ലാ കാര്യങ്ങളും. ഓൾ തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദം ദാറ്റ് ലവ് ഗോഡ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആങ്സൈറ്റി മാറ്റിക്കളയും. ഇന്ന് ഒരുപാട് ഉത്കണ്ഠയായിട്ട് അനേകം ആളുകൾ ജീവിക്കുന്നുണ്ട്, അല്ലേ? അനേകം ആളുകൾ ഉത്കണ്ഠയിലാണ് ജീവിക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയാണ്. മാർത്തയുടെയും മറിയയുടെയും കാര്യം നമുക്കറിയാം. മാർത്തയും മറിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. മാർത്തയ്ക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്. മറിയ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ ഈ ലോകത്തിൽ, അത് വേറൊരു റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയാണ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറയുമായിരുന്നു, ഭയങ്കര ഉത്കണ്ഠയാണ്, എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയാണ്, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയാണ്, ചില കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല, അതൊക്കെ എനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ്, എൻ്റെ ഭയങ്കര ആങ്ഷ്യസ്, അതുകൊണ്ട് ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇത് നോക്കി, ഉത്കണ്ഠ കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. റോമർ 8:26 വാക്യത്തിലൊക്കെ എവണ്ണം പ്രാർത്ഥിപ്പാൻ നമുക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മാവ് തുണ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെയും വീണ്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയാം. അതൊക്കെ പറയുമ്പോഴേ നമ്മൾ ആങ്ഷ്യസ് ആവരുത് എന്നുള്ള എല്ലാ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. ഡോണ്ട് ബി ആങ്ഷ്യസ് ഫോർ എനിത്തിങ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങൾ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇത് തന്നെ പറഞ്ഞത്, നിങ്ങൾ വിചാരപ്പെടരുത് ഒരു കാര്യം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള വിചാരപ്പെടരുത്. എന്നിട്ട് 33-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ മുമ്പേ ഒരു രാജ്യവും നീതി അന്വേഷിക്കുക, പിന്നെ ബാക്കിയുള്ള ആഡോൺസ് എല്ലാം അവിടെ വരും. ഇതെല്ലാം അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു ബ്രിങ് പീസ് ഇൻ അവർ ഹാർട്ട്. അന്നേരം ദൈവവചനം ധ്യാനിക്കുന്നവരുടെ മനസ്സിൽ ഒരു ഭയങ്കര പീസ്, ആങ്ഷ്യസ് അല്ലാതെ ഇരിക്കും. ഇപ്പം ഉദാഹരണം പറയാം, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ആങ്ഷ്യസ് ആണ് എന്നിരിക്കട്ടെ, ദൈവവചനം എടുത്ത് നിങ്ങളിപ്പം റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റഡി ചെയ്യുകയോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഓരോ പാർട്ടായിട്ട് പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേ ആ പർട്ടിക്കുലർ ഡേയിൽ തന്നെ, ആ സമയത്ത് തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരികയും നിറയും. അതിനെക്കുറിച്ച് ആങ്ഷ്യസ് ആവണ്ട എന്ന് പറയുകയും ചെയ്യും. കാരണം ദൈവം അതൊക്കെ മുമ്പേ കണ്ടിട്ടുണ്ട്. നമ്മളല്ലേ നാളത്തെ കാര്യം മറ്റന്നാളത്തെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹീ ഈസ് നോട്ട് ദ ടൈം കൺസെപ്റ്റ് ദൈവത്തിനില്ല. എറ്റേണിറ്റി വരെ അവനെല്ലാം അറിയാം. നിങ്ങളുടെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യം അവനറിയാം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞുള്ള കാര്യം അവനറിയാം. എവറിത്തിങ് ഹി നോസ് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ ആങ്ഷ്യസ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഞാനിന്ന് എൻ്റെ വാക്കുകൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നാണ്, 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന്, പവർ ടു മേക്ക് എസ് വൈസ്, നമ്മളെ ബുദ്ധി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത് പറഞ്ഞത് രക്ഷയുടെ നിർണയം തരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. മൂന്നാമത് പറഞ്ഞത് നമ്മുടെ ആങ്സൈറ്റി മാറ്റി നമുക്ക് സമാധാനം തരുന്ന ദൈവത്തിന്. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് നമ്മളെ വയസ്സാക്കുന്ന, അത്ഭുതത്തെ ജ്ഞാനിയാക്കുന്ന. പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ പലപ്പോഴും നമ്മുടെ ഡെലിവറൻസ് ആവശ്യമുള്ള മേഖലകൾ ഇതൊക്കെയാണ്. ഞാൻ പാപം ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് സമാധാനമില്ല, ആങ്ഷ്യസ് ആവുന്നു. ഇതൊക്കെ ഡെലിവറൻസ് വേണ്ട. അതുകൊണ്ടാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. നിങ്ങളെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുക.
എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിക്കും. തീർച്ചയായും ദൈവം വലിയൊരു വിടുതൽ തരും. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കൃപ അവരെ ഭരിക്കട്ടെ. ഞങ്ങളിന്ന് ചിന്തിച്ച പോലെ ദൈവവചനത്തിലിരുന്ന് കർത്താവെ ഞങ്ങൾക്ക് ആനന്ദിപ്പാനായിട്ടുള്ള കൃപ തരണമേ. അതിനപ്പുറമായിട്ടുള്ള ഒന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കുമ്പോഴേ കർത്താവെ ഞങ്ങളിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ മാറിപ്പോയി രക്ഷയുടെ ഉറപ്പും നിർണയവും ഞങ്ങൾ വന്നു ചേരുകയാണ്. കർത്താവെ, ഞങ്ങളെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ള ചിന്ത എപ്പോഴും ഞങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വറീഡായിരിക്കുന്ന ജീവിതം അങ്ങനെ കാണുന്ന ചില ആളുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത് വറി ചെയ്യുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നു. ദൈവരങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്ത് വിഷയത്തിലാണോ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ദൈവം അതിൽ വലിയൊരു വിടുതൽ തരും. കുഞ്ഞുങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു വിടുതൽ, അവരുടെ മാരേജ് നടക്കാതിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു റിലീസ് ഇന്ന് രാത്രികാലം ദൈവം നിങ്ങൾക്ക് തരും. അതുപോലെ ചില വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രയാസത്തിൽ, ചില പെർമിഷൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ ഇത് ശ്രദ്ധിക്കുന്നു. ഗവൺമെൻറ് ലെവലിൽ നിന്ന് ചില പെർമിഷൻ കിട്ടാതെ അതിൻ്റെ പണി അല്ലെങ്കിൽ മുമ്പോട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വയ്യാതെ വിഷമിക്കുന്ന ചില ആളിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അറിയാത്ത വഴികളിൽ നിന്ന് കർത്താവേ, ആ ആകുല ചിന്ത അവരിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കിട്ടിയാലും കിട്ടിയില്ലേലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് അവരെ ഇടവരുത്തുമ്പോഴേ ദൈവം അറിയാത്ത വഴികളിൽ നിന്ന് ആ സാങ്ഷൻസ് അവരുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കും. നിങ്ങളെന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, അതെനിക്ക് കിട്ടാതിരുന്നതോർത്ത് സ്തോത്രം എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായും അത് അറിയാത്ത വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രവർത്തനം അവിടെ വലിയ മിറക്കിളുണ്ടായി അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള കർത്താവേ, അവർക്ക് ഇന്ന് രാത്രികാലം അത് ശരിയായി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആകുല ചിത്തരായി വിഷണ്ണമായിട്ട് മനസ്സോടുകൂടി ചില രോഗങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയന്നിരിക്കുന്ന ചിലരിത് കാണുന്നു. ചില ഭയം വന്ന് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം, രോഗമില്ല അതുണ്ടാവുമോ എന്നുള്ള ഭയം, ഈ ഭയമെല്ലാം ഇന്ന് കർത്താവെ പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേലെ ഇറങ്ങട്ടെ. ആ ഭയത്തിൻ്റെ ആത്മാവിൽ നിന്ന് അവർക്ക് വലിയൊരു വിടുതൽ ഇന്ന് രാത്രികാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ കൃപ അവരെ ചുറ്റിക്കൊള്ളട്ടെ. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ നിങ്ങളുടെ ഡിവൈസിൽ കിട്ടുന്നതാണ്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ലൈവായിട്ട് കാണാനായിട്ട് ശ്രദ്ധിച്ച് അതിൻ്റെ കമൻറ്റ് അപ്പോൾ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ അറിയിക്കുകയോ പ്രെയർ റിക്വസ്റ്റ് അറിയിക്കുക ചെയ്താൽ പിറ്റേ ദിവസങ്ങളിലുള്ള ഫാസ്റ്റിംഗ് പ്രെയറിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.